നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവൻ പറഞ്ഞതിൽ എന്തോ ഒരു വിഷയം ഉള്ളതുകൊണ്ടല്ലേ രഘുവേട്ടന് ഈ ടെൻഷൻ. വിനയന്റെ വാക്ക് കേട്ട് നിങ്ങളെ തള്ളിക്കളയാൻ മാത്രം വിഡ്ഢിയൊന്നും അല്ല അമ്പിളി. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം കണ്ണും കാതും മനസ്സും തുറന്നു വെച്ച് ജീവിച്ചവളാ. ഇവിടെ എന്തെങ്കിലും ഒരു താളപ്പിഴ ഉണ്ടായാലേ അമ്പിളിക്ക് അത് മനസ്സിലാവും. എന്റെ മോളെ, ഇവിടെ നീ കരുതുന്ന പോലെ ഒരു താളപ്പിഴയും ഉണ്ടായിട്ടില്ല. കുറച്ചൊക്കെ നിന്റെ തോന്നലും പിന്നെ ആ വിനയന്റെ ഏഷണിയുമാ. അവന്റെ വാക്കിന് കാതു കൊടുക്കരുതെന്ന് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ അമ്പിളി. ഭാനുമിക്കൊന്നും അറിയില്ല. നിങ്ങൾ ഞങ്ങളെയൊക്കെ അടുത്തറിയാൻ തുടങ്ങിയിട്ടേ എത്ര നാളായി കാണും. ഭാനുമെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ ശേഷമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾക്കറിയൂ. ഈ രഘുവേട്ടനെ ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണുന്നതാ. ഈ മനുഷ്യന്റെ ചെറുവിരലൊന്ന് അനങ്ങിയ പോലും അതെന്തിന്റെ തുടക്കമാണെന്ന് എനിക്കറിയാൻ പറ്റും. ഇപ്പൊ അമ്പിളി ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? രഘുവേട്ടനൊരു മോശം മനുഷ്യനാണെന്നാണോ? അത് പറയാറായിട്ടില്ല. അങ്ങനൊരു അവസാന വാക്ക് പറയുന്നതിന് മുമ്പ് കുറച്ചു കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. എന്നെ കൊണ്ടത് പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അമ്പിളി, ഞാനിപ്പോ എന്തുവേണമെന്ന് നീ പറയുന്നേ? എങ്ങും പോലും ഞാൻ ഈ വീട്ടിനകത്ത് അടച്ചിരുന്നാലേ അതോടെ നിന്റെ പ്രശ്നം തീരുമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. അടച്ചിരിക്കോ പറന്ന് നടക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണ്ട. അവിടെ നിങ്ങളുടെ ആവശ്യവുമില്ല. ചീരുവിന്റെ അടുത്ത് ഇനി ഞാനും അനുപമയും ഉണ്ടാവും. പിന്നെ അച്ഛനും വിനയനും കാണുമല്ലോ. ഞങ്ങൾ മതി അവിടെ. ഇവൾക്കിത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വിനയൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്പിളി വട്ടുപിടിപ്പിച്ചിരിക്കുക. ഭാനുമേ, നിങ്ങൾക്ക് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. മഞ്ചാടി, ഇല്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ടൊന്നും തീരൂല. ആ, മോളതൊന്നും കാര്യമാക്കണ്ട, ഇരുന്ന് പഠിക്കാൻ നോക്ക്. ഹലോ, ക്രെഡിറ്റ് വേണ്ട. ഓ, ഇവിടെ മനുഷ്യര് ഭ്രാന്ത പിടിച്ചേക്കുമ്പോഴാ ക്രെഡിറ്റ് കാർഡ്. അമ്മേ, മാമാ, എവിടെ പോയി രണ്ടാളും? അമ്മേ, ആ ഞാൻ ഇറങ്ങുവാണേ. ആ മാമ, പോയിട്ട് വരാം. ഓ എടാ, എല്ലാ ദിവസവും നീ മാത്രം പോയി വന്നോണ്ടിരുന്നാ മതിയോ? ഞങ്ങൾക്കും ചീരുവിനെ കുഞ്ഞിനെ ഒന്ന് കാണുന്നുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് ചീരുവും വിചാരിക്കില്ലേ വിനയ? ഞാൻ അവിടെ ഫുൾ ടൈം ഉണ്ടല്ലോ മാമ, അതുകൊണ്ട് ചീരുവിന് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്നാലും നീ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഇന്ന് നീ ഇവിടെ വിശ്രമിക്കേ, ഞങ്ങൾ പോയി ഹോസ്പിറ്റലിൽ നിന്നോളാം. അയ്യോ, ഇന്നങ്ങനെ വിശ്രമിക്കാനൊന്നും പറ്റില്ലമ്മേ. ഞാനേ വേറെ ചില കാര്യങ്ങൾ കൂടി വേണ്ടി ഇറങ്ങിയതാ. നമുക്ക് ചീരുവിനെയും മോനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണ്ടേ? ആ, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഏതാണ്ട് ഒത്തു വരുന്നുണ്ട്. എന്ത് സാഹചര്യം? അതൊക്കെ ഉണ്ട് മാമ. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവര് തമ്മിൽ മിക്കവാറും താമസിയാതെ ഉടക്കി പിരിയും. ഈശ്വര, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? രഘു അമ്പിളിയും പിരിയാനോ? മോനെ വിനയ, നീ അതിനൊന്നും ഒരു കാരണക്കാരനായി മാറല്ലേ. എന്റെ അമ്മ, ഞാൻ എങ്ങനെ കാരണക്കാരനാവരാണ്? ഞാൻ വിചാരിച്ച രഘുവേട്ടനെ അമ്പിളി ചേച്ചിയെ പിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ അങ്ങേരുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചു പോകുന്നതാ. ഞാൻ അതൊക്കെ പെട്ടെന്ന് മണത്തറിയുന്നവനാണ് രഘുവേട്ടൻ അറിയാം. അതുകൊണ്ടാ പുള്ളി എന്നെ ആദ്യമേ അകറ്റി നിർത്താൻ നോക്കിയത്. പക്ഷെ ഒടുവില് പുള്ളി തന്നെ വലയിലായ അവസ്ഥയിലാ. അതെന്തു ആവട്ടെ, രഘു അമ്പിളിയും തമ്മിലുള്ള പ്രശ്നവും ചീരു ഇങ്ങോട്ട് വരുന്നതും തമ്മിൽ എന്താ ബന്ധം? ബന്ധം ഉണ്ട് മാമ.